CPM പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് 23-ൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാവും. പൊതുവേ ഈ ബൈ ഇലക്ഷനിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. 1,94,000 വോട്ടാണ് ആകെയുള്ളത്. ഇതിൽ 2021 മുനിസിപ്പാലിറ്റിയിൽ പോൾ ചെയ്ത വോട്ട് 79,246 ഇത്തവണ 77,299 വോട്ടാണ് പോൾഡ് വോട്ട്. ഇപ്പോൾ കുറയുകയാണ് ഉണ്ടായത്. ഇവിടെ ഷാഫി പറഞ്ഞ പ്രായരിയിൽ വോട്ട് വർദ്ധിച്ചു, അവൻ്റെ പോളിംഗ് കൂടി എന്നാണ് പറഞ്ഞത്. തെറ്റാണത്. പ്രായരിയിൽ UDFൻ്റെ ശക്തി കേന്ദ്രമായ പോൾ വോട്ട് കൂടി എന്ന അവകാശവാദമായിരുന്നു ഷാഫി പറഞ്ഞതെങ്കിൽ കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ട് 26,015. ഇത്തവണ പോൾ ചെയ്ത വോട്ട് 26,081. അതായത് ഒരു 70 വോട്ടോ അല്ലേ, 70 വോട്ടിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. 70 വോട്ടും ഇല്ല, അതിനും താഴെയാണ്. എന്നാൽ ആകെയുള്ള വോട്ടിൽ വലിയ വർധനവ്. ഷാഫിക്ക് നിരാശയായത് മറ്റൊന്നും കൊണ്ടല്ല, തോൽക്കുമെന്ന ബേജാറ് UDF ക്യാമ്പിൽ വന്നത് വേറൊന്നും കൊണ്ടല്ല. ഞങ്ങൾ ഉയർത്തിയ വ്യാജ വോട്ട്, ആ വ്യാജ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പൂർണ്ണമായും ചെയ്യാൻ കഴിഞ്ഞില്ല. 2,700-ലധികം വരുന്ന വ്യാജ വോട്ട്, കോൺഗ്രസിൻ്റെയും BJPയുടെയും വോട്ടുകളെ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യാൻ സാധിക്കാത്തതിൽ വലിയ നിരാശയാണ് UDF ക്യാമ്പിലും BJP ക്യാമ്പിലും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്താതിരുന്നത്. ഈ വ്യാജ വോട്ടിൻ്റെ പ്രശ്നം ഞങ്ങൾ ഉയർത്തുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് എന്താ? ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യും എന്നാണ്. അന്ന് ഹരിദാസിനെ തടുക്കുമെന്ന് ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞില്ല. ഇന്നലെ ഒരു ഏകാംഗ നാടകം നമ്മുടെ പാലക്കാട് MPയുടെ നേതൃത്വത്തിൽ ബൂത്തിൽ നടക്കുകയാണ്. പാലക്കാട് MPക്ക് വളരെ നേരത്തെ തന്നെ അറിയാം ഹരിദാസ് വോട്ട് ചെയ്യാൻ വരില്ല എന്ന്. പക്ഷേ പുള്ളി ആ ബൂത്തിനകത്ത് കയർന്ന് വല്ലാതെ ഞാൻ ഇപ്പം തടയും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. ആൾ വന്നാലല്ലേ തടയാൻ പറ്റുക. ഞങ്ങൾ വ്യാജ വോട്ട് വിഷയം ഉയർത്തിയ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിയമപരമായി ഇത് തടയുമെന്നാണ്. അതിനിടയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ ചോദിച്ചു, നിങ്ങൾ തടയുമെന്ന് പറഞ്ഞാൽ ഏതുദ്ദേശത്തിലാണത് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. അപ്പോഴും ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് നിയമപരമായി തടയുമെന്നാണ്. നിയമപരമായി തടയാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ കാര്യത്തിൽ. വ്യാജ വോട്ട് പൂർണ്ണമായും അവർക്ക് പോൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റിനെ തടയാൻ LDFൻ്റെ പ്രവർത്തകരെ കണ്ടില്ല എന്നാണ്. തെരഞ്ഞെടുപ്പ് ദിവസം BJPയുടെ ജില്ലാ പ്രസിഡന്റിനെ ശ്രീകണ്ഠൻ തടയുമെന്ന വീരവാദം ഉയർത്തി നാടകം കാണിച്ചതുപോലെയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMഉം പറഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിയമപരമായി തടയുമെന്നാണ്. അത് ഏറെക്കുറെ ഞങ്ങൾക്കത് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിലും വ്യാജ വോട്ട് വന്ന് ചെയ്യാൻ അനുവദിക്കില്ല എന്ന്
തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ നേതൃത്വം പറഞ്ഞില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വം പറഞ്ഞത്, വി ഡി സതീശൻ പറഞ്ഞത്, ഞങ്ങൾ ചേർത്തിട്ടുള്ള എല്ലാ വോട്ടുകളും ഞങ്ങൾ കൊണ്ടുവന്ന് ചെയ്യും എന്നാണ്. അതുതന്നെയായിരുന്നു ബി ജെ പിയും അവകാശവാദമായിട്ട് പറഞ്ഞത്. തടയാൻ വന്നില്ല, അതായത് ബി ജെ പിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ തടയാൻ LDF വന്നില്ല എന്നത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഈ പറയുന്ന നേതാക്കളും സൂചിപ്പിക്കുന്നത് ഞങ്ങൾക്കതിനുള്ള കരുത്തില്ല എന്നുള്ളത് പറയാനാണെങ്കിൽ, ഞങ്ങളുടെ കരുത്തും ഞങ്ങളുടെ ശക്തിയെല്ലാം എത്രത്തോളം ഉണ്ട് എന്ന് ഈ പാലക്കാട് ജില്ലയിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇവിടെ കായികമായ കരുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല വ്യാജവോട്ടിൻ്റെ പ്രശ്നം ഞങ്ങൾ ഉയർത്തിയത്, തികച്ചും നിയമപരമായി അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കാണിക്കുന്ന കാട്ടിക്കൂട്ടലും അഭ്യാസമൊന്നും ജനങ്ങൾ മുഖവിലക്കെടുക്കില്ല. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, കണ്ണാടി പഞ്ചായത്തിലെ 168, 169, 170, 171 ബൂത്തുകളിൽ കോൺഗ്രസ്സിനിരിക്കാൻ ബൂത്ത് ഏജൻറ്റുമാർ പോലുമില്ല. ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രവർത്തകരും കോൺഗ്രസ്സിനുണ്ടായിരുന്നില്ല. എന്തായിരുന്നു കാരണം? കോൺഗ്രസ് വ്യക്തമാക്കണം. ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലും ശ്രീകണ്ഠനും നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമങ്ങളും അത് ചോദിച്ചതായി കണ്ടില്ല. എന്തുകൊണ്ടാണ് ആ ബൂത്തുകളിൽ നിന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തകരില്ലാതിരുന്നത്? അതിന് ഉത്തരം കിട്ടിയോന്ന് എനിക്കറിയില്ല. എന്നാൽ തെറ്റാണ്. കൃത്യമായ ബൂത്ത് ബേസിലാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. കണ്ണാടി പോലെ തന്നെ മാത്തൂരിലും ചില ബൂത്തുകളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല.